സംസ്ഥാനത്ത് ജനങ്ങളെ വലച്ചുകൊണ്ട് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. തുടർച്ചയായി 4-ാം ദിവസവും 5 മണിക്കൂർ നീണ്ട വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. പലയിടത്തും ഒന്നിലധികം തവണ രാത്രി മാത്രം വൈദ്യുതി മുടങ്ങി. വൈദ്യുതി പ്രതിസന്ധിയിലും പവർ കട്ടിലും സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ UDF സർക്കാർ മുന്നൊരുക്കം നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോപിച്ചു. മുൻകൂട്ടി പറയാതെയാണ് പവർ കട്ടെന്നും പിണറായി. നമ്മുടെ കയ്യിലുള്ള വൈദ്യുതി കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ല. അപ്പോൾ അതിനാവശ്യമായ തയ്യാറെടുപ്പ് നേരത്തെ നടത്തണം. ആവശ്യമായത്ര വൈദ്യുതി വാങ്ങണം. അതിൽ പൂർണ്ണമായ കെടുകാര്യസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ജനങ്ങളെ ഇട്ടുകൊണ്ട് ഇങ്ങനൊരു അമ്മാനമാടാൻ പാടില്ല. ഗവൺമെൻറ്റേതായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോവുകയാണ് വേണ്ടത്. സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യത്തിന്റെ 17% മാത്രമാണ് ഇപ്പോൾ ഉൽപ്പാദനം നടക്കുന്നത്. പ്രതിസന്ധി കഠിനമാണ്, അതുകൊണ്ട് നിയന്ത്രണം വേണം. എയർ കണ്ടീഷനും ഇസ്തിരിപ്പെട്ടിയും എല്ലാം ഓഫ് ചെയ്ത് വെക്കണമെന്നുമാണ് വൈദ്യുതി മന്ത്രിക്ക് പറയാനുള്ളത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജലസംഭരണികളിലെ ജലനിരപ്പ് കുറഞ്ഞു. രാജ്യത്തൊട്ടാകെ മഴ കുറഞ്ഞു. അത് വൈദ്യുതി ഉൽപ്പാദനത്തെ സാരമായിട്ട് ബാധിക്കുന്നു. മഴ കുറയുമ്പോഴത്തെ വേറൊരു അപകടം, മഴ കുറയുന്നതിൻ്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി ഉപയോഗം കൂടും. കൂടുതൽ വീടുകൾ വന്നു, കൂടുതൽ സ്ഥാപനങ്ങൾ വന്നു. അപ്പോൾ വൈദ്യുതി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ് വന്നു, കൂടുതൽ എയർ കണ്ടീഷണറുകൾ വന്നു, വീടുപകരണങ്ങൾ വന്നു. അവരെല്ലാം വൈദ്യുതി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഉപയോഗത്തിലെ നിയന്ത്രണം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കലാണ്, ഉപയോഗം പരിമിതപ്പെടുത്തലാണ്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള വിവിധ നടപടികളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. പവർ കട്ടിൽ പ്രതിഷേധിച്ച് വ്യത്യസ്ത പ്രതിഷേധ പരിപാടികളുമായി പ്രതിപക്ഷ യുവജന സംഘടനകൾ സർക്കാരിനെതിരെ രംഗത്ത് വന്നു. അർജുൻ രാജു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അർജുൻ, ഈ പറഞ്ഞതുപോലെ പലയിടത്തും രാത്രി 7 മണി കഴിഞ്ഞാൽ ഒന്നിലധികം തവണ 2-3 തവണയൊക്കെ പ്രധാനപ്പെട്ട നഗരങ്ങളിലടക്കം കരണ്ട് പോകുന്ന കാര്യം അത് ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടതിൽ തർക്കമില്ല. ഇപ്പോൾ ഈ മഴയില്ലായ്മയും അല്ലെങ്കിൽ എല്ലിനോ അടക്കമുള്ള കാലാവസ്ഥ പ്രതിഭാസമൊക്കെയാണല്ലോ മന്ത്രി അടക്കമുള്ളവർ കുറ്റം പറയുന്നത്. പക്ഷേ ഇത് മുൻകൂട്ടി കാണാനുള്ളൊരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ എല്ലാ തവണയും മഴ കൂടുതലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനാവില്ല. അതിനനുസരിച്ച് ഉള്ള തയ്യാറെടുപ്പുകൾ നടത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി, മഴ കാരണമെന്ന് പറയപ്പെടുന്ന ഈ പ്രതിസന്ധി നേരത്തെ സിസ്റ്റത്തിന് പരിഹരിക്കാമായിരുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അരുണ്യ, ആസൂത്രണത്തിലെ പിഴവ് അത് ഇപ്പോൾ ഈ അനുഭവിക്കുന്ന വൈദ്യുതി നിയന്ത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി എന്നുള്ളതിൽ സംശയമില്ല. എൽനിനോ പ്രതിഭാസം സംസ്ഥാനത്ത് കാലവർഷം ദുർബലപ്പെടും, ചൂട് ഇതുപോലെ തന്നെ നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടതാണ്. പക്ഷേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളൊരു തയ്യാറെടുപ്പ്, കൃത്യമായി വൈദ്യുതി വാങ്ങുന്നതിലും വിതരണം ചെയ്യുന്നതിലുമുള്ളൊരു മുൻകരുതൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രതിസന്ധിയുടെ കാരണം. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അത്ര അളവിൽ വൈദ്യുതി വാങ്ങാനും വിതരണം ചെയ്യാനും കഴിയുന്നില്ല നിലവിൽ എന്നുള്ളതാണ് ഈ പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതിനെ മഴയെ കുറ്റം പറയാം എങ്കിൽ കൂടിയും ഇക്കാര്യത്തിലൊക്കെ എടുക്കാവുന്ന തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു, മുൻകൂട്ടി വാങ്ങാവുന്ന വൈദ്യുതി ഉണ്ടായിരുന്നു. അതൊന്നും കൃത്യമായി നടപ്പാക്കാൻ കഴിയാത്തതിലെ പിഴവ് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണമാണ്. മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ 2 പ്രധാനപ്പെട്ട പ്രതിസന്ധിയുണ്ട്. ഒന്ന്, ചൂട് കൂടുന്നു, രാത്രികാലങ്ങളിലെ ഉപയോഗം വർദ്ധിക്കുന്നു, അതിനനുസരിച്ച് വൈദ്യുതി ഇല്ലാത്തതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. രണ്ടാമത്തേത്, മഴ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ജലവൈദ്യുത പദ്ധതികൾ അവിടെ വലിയ തോതിലാണ് അതിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞത്. അണക്കെട്ടുകളിൽ വെള്ളമില്ലാത്ത അവസ്ഥ വന്നു, ആഭ്യന്തര ഉൽപ്പാദനം വലിയ തോതിൽ കുറയുന്ന നില വന്നു. അങ്ങനെ മഴ ഒരു പ്രധാനപ്പെട്ട ഘടകമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിയന്ത്രണത്തിൻ്റെ കാരണം. രണ്ടാമത്തേത്, പവർ എക്സ്ചേഞ്ചുകളിൽ നിന്നാണ് സാധാരണ ആവശ്യത്തിന് വേണ്ട വൈദ്യുതി പിന്നീട് വാങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും പവർ എക്സ്ചേഞ്ചുകളിൽ നിന്ന് വൈദ്യുതി വാങ്ങേണ്ട അത്രയും വലിയ അവസ്ഥയിലാണ്. എല്ലായിടത്തും ചൂടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും വൈദ്യുതി പവർ എക്സ്ചേഞ്ച് വഴിയോ മറ്റേതെങ്കിലും വഴിയോ സംസ്ഥാനത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്
പ്രതിസന്ധി. വലിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ ശ്രമിച്ചാൽ പോലും കിട്ടാത്ത നിലയിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഉപാധികളൊക്കെ ഈ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. അതുകൊണ്ട് ഇനി ആകെ ചെയ്യാനുള്ളത് ഉപഭോക്താക്കൾ, സാധാരണ ജനങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് മന്ത്രി വിശദീകരിക്കുന്നത്. രണ്ടാമത്തേത് മഴയ്ക്കായി കാത്തിരിക്കുക. ഈ രണ്ട് നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ സ്വയം നിയന്ത്രിക്കുകയും മഴ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രതിസന്ധി അവസാനിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവിച്ചതുപോലെ തന്നെ വലിയ കടുത്ത നിയന്ത്രണം, ഇടയ്ക്കിടയ്ക്ക് കട്ടാവും, പവർ കട്ടുണ്ട്. അത് വരും ദിവസങ്ങളിലും ഇതുപോലെ തന്നെ തുടരാനാണ് സാധ്യത. അരുണ്യ. ശരി, വ്യക്തമാണ്. അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.